ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പാസ്സായിട്ട് നിൽക്കുന്ന നേഴ്സുമാർക്കും അതുപോലെ തന്നെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് വരാൻ താല്പര്യപ്പെടുന്നവർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് നേഴ്സിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജർമ്മനിയിലെ നോർത്ത് സാക്സണിലെ കുറച്ച് എംപ്ലോയേഴ്സിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ എംപ്ലോയേഴ്സിൻ്റെ ഇമെയിൽ ഐ ഡി, ടെലിഫോൺ നമ്പറും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതായത് വേണ്ട എംപ്ലോയേഴ്സ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് എടുക്കുക, ഡയറക്റ്റ് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലിക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു വെവേർബും, അതായത് നമ്മുടെ ഒരു വെവേർബ് ഷിക്കൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലോ നമ്മുടെ ബയോഡാറ്റ അവർക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് എന്തോരം ഉണ്ട്, നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ നമ്മുടെ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ അത് ഫോളോ ചെയ്യുക. ആക്ച്വലി നമ്മളൊരു B1 B2 ലെവലിൽ നിൽക്കുന്ന നേഴ്സുമാരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയാലും ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ മെയിൽ ചെയ്യാൻ നേരത്ത് അവർക്കതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ട് നോർത്ത് സാക്സണിലുള്ള, അതായത് ലൈപ്സിക്കിലുള്ള ഒരു എംപ്ലോയറാണ് ക്രാബസ് ഫ്ലീഗെ ബെഹാൻഡും ബെട്രോയും. ഇവിടുത്തെ കുറേയധികം ഉണ്ട്, നേഴ്സുമാർക്കുണ്ട്, പിന്നെ എർഗോതെറാപ്പി, ഫിസിയോതെറാപ്പി ഉണ്ട്. അതായത് നമുക്ക് ഫ്ലീഗെ ഹൈമിൽ വേണേൽ വർക്ക് ചെയ്യാം, പിന്നെ ആംബുലൻ്റ്, അതായത് ആംബുലൻ്റ് ഫ്ലീഗെ ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒത്തിരി ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ഒരു ഇതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. കൂടാതെ ക്രാബസിൻ്റെ ടെലിഫോൺ നമ്പറും ഫാക്സും ഇമെയിൽ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. തന്നെയല്ല, നമുക്ക് ഇത് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, ക്രാബസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഹല്ലെ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് ഫ്ലീഗെ ഫാസ്റ്റ് ഉണ്ട്, ആംബുലൻസ് ടീംസും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു എംപ്ലോയറാണ്. എന്തായാലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വെവേർബും അതിൻ്റെ മെയിൽ ഐ ഡി, അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. ക്രാബസ് ഫ്ലീഗെ ബെഹാൻഡും ബെട്രോയിൻ്റെ അകത്ത് നമുക്ക് ഹൗസ് ബിൽഡിംഗ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. അതായത് ഫ്ലീഗെ ഫാക്മാനും അല്ലെങ്കിൽ ഫ്ലീഗെ ഫാക്ഫ്രൗവിന് വേണ്ടിയിട്ട് വരുന്ന ഹൗസ് ബിൽഡിംഗ് ഡ്രൈ ആണ്. അവിടെ ഫുൾ സൈറ്റ് ഓർഡർ ബെറൂഫ് ബെക്ലൈറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ ഹൗസ് ബിൽഡിംഗ് സാലറിയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കൂടാതെ ഞാൻ അഡ്രസ്സ് ഇതേപോലെ ഞാൻ ക്രാബസിൻ്റെ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് സ്വൈയാരുണ്ട്. അത് വരുന്നത് ഹെൽപ്പറിനാണ്. ക്രാങ്കൻ ഫ്ലീഗർ ഹെൽപ്പറിൻ ആയിട്ടാണ് ഹെൽപ്പറും ഉണ്ട്, ഹെൽപ്പറിനും ഉണ്ട്. അപ്പോൾ അത് സ്വൈയാറെ ഹൗസ് ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സാലറിയും കാര്യങ്ങളും ബ്രൂട്ടോ വരുന്നതെല്ലാം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. അടുത്തതായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി ക്ലിനിക്കും ലൈപ്സിക്കാണ്. ഈ യൂണിവേഴ്സിറ്റി ക്ലിനിക്കിൽ നമുക്ക് ക്രാങ്കൻ ഫ്ലീഗറായിട്ടും ഹെൽപ്പറായിട്ടും ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി ലാംഗ്വേജ് B1 ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇവരുമായിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിനുള്ള എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റെഡി ആകാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. അത് ക്രൈസ് ക്രാങ്കൻ ഹൗസ് ഡൽഹിയിലും ഉണ്ട്, ആലൻബർഗിലും ഉണ്ട്. ആക്ച്വലി ഇവിടെ നമുക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സോഷ്യൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
കൂടാതെ അതിൻ്റെ ക്രൈറ്റീരിയാസ് ഇവർ ഈ അഡ്വർടൈസ്മെൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഡയറക്റ്റ് വിളിച്ച് അല്ലെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ്. സെക്ഷൻ ബിസ് സെക്ഷൻ 20 Jahre ആൾട്ടെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏജ് ക്രൈറ്റീരിയ. അപ്പോൾ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് അത് മാറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ആക്ച്വലി ഇതൊരു 3 to 4 month ബാക്കിലുള്ള ബ്രോഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇവരെ എൻക്വയറി ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും കാശ് മുടക്കില്ലാത്ത കാര്യമല്ല. നമുക്ക് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും 3 working daysനുള്ളിൽ നമുക്ക് അവർ റീപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രൈസ് ക്രാങ്കൺ ഹൗസിൻ്റെ പ്രൈവറ്റ് മാത്രമല്ല, നമുക്ക് ഹൗസ് ബിൽഡും ഉണ്ട്. പ്ലീക്ക് ഫാർക്രാഫ്റ്റ് ആയിട്ടും നമുക്ക് ഹൗസ് ബിൽഡിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വായിച്ചിട്ട് മൊത്തം മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലും മതി. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും ലൈപ്സിഗ് സിറ്റിയിലേക്ക് നമുക്ക് ട്രെയിനിൽ 20 minute യാത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈപ്സിഗിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് കൂടുതലും കംഫർട്ടബിളാണ്. നമുക്ക് ഒരു ഒതുങ്ങിയ ഒരു ഏരിയയിലാണ് നമുക്ക് ആക്ച്വലി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. കാണാൻ കയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ അല്ല, നമുക്ക് FSJക്കുള്ളത് ആക്ച്വലി ഐലൻബർഗിൽ ആണ്. അപ്പോൾ അവിടുത്തെ ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. അതായത് ക്രൈസ് ക്രാങ്കൺ ഹൗസ് നിങ്ങൾ നോട്ട് ചെയ്യണം. എംപ്ലോയർ അങ്ങോട്ട് മാറിപ്പോവാണ്. സ്ഥലവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും എല്ലാം അഡ്രസ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട എംപ്ലോയർ ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, മെയിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഗുണം ചെയ്യുവാണെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്കറിയത്തില്ല നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എത്ര പേർക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പ്രയോജനം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും